നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. പാലപ്പിള്ളി പിള്ളത്തോടിന് സമീപം പുലി ഇറങ്ങി. പ്രദേശത്ത് പുലിയെ പിടികൂടാനുള്ള കൂട് എത്രയും വേഗം സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ ഇന്നും കാട്ടാന ഇറങ്ങി. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനു സമീപത്തെ പറമ്പിലാണ് ഏഴാറ്റുമുഖം ഗണപതി എന്ന കൊമ്പനെത്തിയത്. പോലീസുകാർ ബഹളം വച്ചാണ് ആനയെ തുരത്തിയത്. ലോകമെങ്ങും നാളെ ക്രിസ്മസ് ആഘോഷിക്കും. തിരുപ്പിറവി ആഘോഷങ്ങൾക്കായി വീടുകളും ദേവാലയങ്ങളും ഒരുങ്ങി. പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് ആഘോഷത്തെ പരിഹസിച്ച് ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസന മെത്രാപ്പോലീത്ത യൂഹന്നാൻ മോർ ബൊലത്യോസ് നരേന്ദ്രമോദിയെ ക്രിസ്മസ് ആഘോഷത്തിന് ക്ഷണിച്ചത് രാഷ്ട്രീയം നോക്കിയല്ല, പ്രധാനമന്ത്രി എന്ന നിലയിലാണെന്ന് CBCI പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴത്ത്. ചാലക്കുടിയിൽ വീട്ടമ്മയെ പീഡിപ്പിക്കുകയും 13 ലക്ഷം രൂപ തട്ടിയെടുക്കുകയും ചെയ്ത കേസിൽ സ്വകാര്യ ബസ് ഡ്രൈവർ അറസ്റ്റിൽ. വെള്ളാങ്കല്ലൂർ സ്വദേശി നടുവളപ്പിൽ പ്രജിത്താണ് അറസ്റ്റിലായത്. ചെറുതുരുത്തി പുതുശ്ശേരി ഭാരതപ്പുഴ ശ്മശാനം കടവിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. 40 വയസ്സ് തോന്നിക്കുന്ന ഇയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇരിങ്ങാലക്കുടയിൽ നടക്കുന്ന വർണ്ണക്കുട സാംസ്കാരികോത്സവത്തിന് കൊടിയേറി. പ്രോഗ്രാം സംഘാടക സമിതി ചെയർമാൻ കൂടിയായ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കൊടിയേറ്റം നിർവഹിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നൈറ്റ് മാർച്ച് നടത്തി. KPCC സെക്രട്ടറി A പ്രസാദ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂർ സെന്റർ വികസനത്തിന്റെ ഭാഗമായി മന്ത്രി K രാജന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം നടന്നു. ഒല്ലൂർ സെന്ററിൽ നിന്നുള്ള 5 റോഡുകൾ വീതി കൂട്ടുമെന്ന് മന്ത്രി K രാജൻ യോഗത്തിൽ പറഞ്ഞു. വൈദ്യുതി ബിൽ വില വർദ്ധിപ്പിച്ചതിനെതിരെയും കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയെ അധിക്ഷേപിച്ചതിനെതിരെയും മഹിളാ കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. എരുമപ്പെട്ടിയിൽ നടന്ന പ്രകടനം മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 4-ാം വയസ്സിൽ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ച് ഇഷാൻ അബിദ് അക്ബർ 38 സെക്കൻഡ് കൊണ്ട് ശരീരത്തിലെ എല്ലാ അസ്ഥികളുടെയും പേര് പറഞ്ഞാണ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേട്ടം കരസ്ഥമാക്കിയത്. ഇരിങ്ങാലക്കുട കിഴുത്താണി തളിയപ്പാടത്ത് വീട്ടിൽ ഡോക്ടർ അബിദ് അക്ബറിന്റെയും ഡോക്ടർ ഹുസ്നയുടെയും മകനാണ്. 10ാം ദിനമായ വ്യാഴാഴ്ച തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ സംയുക്ത സമർപ്പണമായി ശ്രീ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ലക്ഷദീപം തെളിയിക്കും. ആന എഴുന്നള്ളിപ്പ് സംബന്ധിച്ച ഹൈക്കോടതി വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ വഴിപാടായാണ് ലക്ഷദീപം തെളിയിക്കുന്നത്. ക്രിസ്തുമസ് ട്രീകൾ ഒരുക്കി മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയം. മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയ മുറ്റത്താണ് ഇടവകയിലെ 10ഓളം യൂണിറ്റുകൾ സംയുക്തമായി ട്രീകൾ ഒരുക്കിയത്. 3 മുറി സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ഇടവക കേന്ദ്രസമിതിയുടെ നേതൃത്വത്തിൽ നടന്ന മെഗാ കരോൾ ശ്രദ്ധേയമായി. മെഗാ കരോൾ വികാരി ഫാദർ ജോർജ് വേഴപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. അരിമ്പൂർ സെന്റ് ആന്റണീസ് പള്ളിയുടെ കീഴിലുള്ള കുന്നത്തങ്ങാടി ക്യൂൻ മേരി കുടുംബ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ മിനി ബോൺ നത്താലെ സംഘടിപ്പിച്ചു. ക്യൂൻ മേരി യൂണിറ്റ് പ്രസിഡന്റ് അബിൻ ജോസ് പൊന്മാണി, സെക്രട്ടറി ജോയ് ചാലിശ്ശേരി, ട്രഷറർ സിമി മേനാച്ചേരി എന്നിവർ നേതൃത്വം നൽകി. പതിയാറം സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിൽ ബോൺ നത്താലെ ക്രിസ്തുമസ് കരോൾ ഘോഷയാത്ര സംഘടിപ്പിച്ചു. വികാരി ഫാദർ ലിയോ പുത്തൂർ സന്ദേശം നൽകി. പാവറട്ടി സാന്റ് ജോസ് പാരിഷ് ആശുപത്രിയിൽ ക്രിസ്മസ് ആഘോഷം നടന്നു. പാവറട്ടി തീർത്ഥകേന്ദ്ര വികാരി ഫാദർ ആന്റണി ചെമ്പകശ്ശേരി കേക്ക് മുറിച്ച് ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഭാഗമായി വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഫൊറോന പള്ളിയുടെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് ഘോഷയാത്ര നടത്തി. കരോൾ ഘോഷയാത്രയ്ക്ക് വികാരി ഫാദർ വർഗീസ് തരകൻ നേതൃത്വം നൽകി. കൊടകര പ്രസ് ക്ലബിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. പ്രസ് ക്ലബ് പ്രസിഡന്റ് IR രാജൻ അധ്യക്ഷത വഹിച്ചു. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറെ അപമാനിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. നെട്ടിശ്ശേരി ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നെട്ടിശ്ശേരി കുറ്റുമുക്ക് പാടത്ത് ക്രിസ്മസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. മേളപ്രമാണി കിഴക്കൂട്ട് അനിയന്മാരാർ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. ചിറ്റിലപ്പള്ളി പഴമ്പുഴ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വിഷ്ണു സഹസ്രനാമ ലക്ഷാർച്ചന നടന്നു. ക്ഷേത്രം തന്ത്രി കീഴ്മണ്ടിയൂർ നീലകണ്ഠൻ നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി കാപ്പിൽ മഠത്തിൽ നാരായണൻ എമ്പ്രാന്തിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു.
പ്രിന്റഡ് ബുക്ക് പോസ്റ്റ് നിർത്തലാക്കുകയും അന്യായമായി രജിസ്റ്റർ പാഴ്സൽ ചാർജ് വർദ്ധിപ്പിക്കുകയും ചെയ്ത കേന്ദ്ര സർക്കാർ തപാൽ വകുപ്പിന്റെ നടപടിക്കെതിരെ തൃശൂരിൽ പുസ്തക പ്രസാധകർ പ്രതിഷേധ ജ്വാല നടത്തി. എഴുത്തുകാരൻ MP സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് പഞ്ചായത്തിലെ ഭിന്നശേഷി കലോത്സവം പുത്തൻപീടിക സെന്റിനറി ഹാളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ മെഡിക്കൽ കോളേജിനോടുള്ള സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ കോൺഗ്രസ് അടാട്ട് വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച ഉപവാസ സമരം നടത്തും. പ്രതിഷേധ സമരം DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യും. ആർട്ട് ഓഫ് ലിവിംഗിന്റെ നേതൃത്വത്തിൽ അമ്പലപ്പാറ വേങ്ങശ്ശേരി വടക്കേപ്പുരയ്ക്കൽ ലളിതയ്ക്ക് കൃത്രിമ കൈ വച്ചുപിടിപ്പിച്ചു. ഡോക്ടർമാരായ ആൽബിൻ വർഗീസ്, അജയ് എന്നിവരുടെ നേതൃത്വത്തിലാണ് കൃത്രിമ കൈ വച്ചുപിടിപ്പിച്ചത്. കൊപ്രാമില്ലയിൽ ജോലിക്കിടയിലാണ് ലളിതയുടെ വലത് കൈ നഷ്ടപ്പെട്ടത്. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ദക്ഷിണാമൂർത്തി നാഥ പുരസ്കാരത്തിന് KS ചിത്ര അർഹയായി. 1 ലക്ഷം രൂപയും ശില്പവും പൊന്നാടയും അടങ്ങുന്നതാണ് പുരസ്കാരം. നാട്യമയൂരി പുരസ്കാരം ആശ ശരത്തിനും കർമ്മശ്രേഷ്ഠ പുരസ്കാരം ഗോകുലം ഗോപാലനും സമ്മാനിക്കും. ലോക റെക്കോർഡിന് വേണ്ടിയുള്ള വേൾഡ് ഫെഡറേഷൻ ഓഫ് ഷോട്ടക്കാൻ കരാട്ടെ വെള്ളിയാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 9 വയസ്സ് മുതൽ 58 വയസ്സ് വരെയുള്ളവർ പങ്കെടുക്കും. ദക്ഷിണേന്ത്യൻ ഹിന്ദി സാഹിത്യ സമ്മേളനം വെള്ളി ശനി ദിവസങ്ങളിൽ മുളകുന്നത്തകാവ് കിലയിൽ നടക്കും. മുതിർന്ന ഹിന്ദി എഴുത്തുകാരി മധുര കാങ്കരിയ ഉദ്ഘാടനം ചെയ്യും. തൃശൂരിൽ വിദ്യാർത്ഥികളെ കാറടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ യൂട്യൂബർ മണവാളനെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി. തൃശൂർ വെസ്റ്റ് പോലീസാണ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയത്. കഴിഞ്ഞ തൃശൂർ പൂരത്തിനാണ് കേരളവർമ്മ കോളേജ് റോഡിൽ വെച്ച് വിദ്യാർത്ഥികളെ കാറടിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചത്. തൃശൂർ എരിഞ്ഞേരിയങ്ങാടിയിൽ അമ്മയെയും മകനെയും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പല്ലൻ വീട്ടിൽ സണ്ണി ഭാര്യ 75 വയസ്സുള്ള മെറീന, മകൻ 48 വയസ്സുള്ള പ്രവീൺ എന്നിവരാണ് മരിച്ചത്. തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങളിലെ വേല വെടിക്കെട്ടിന്റെ അനുമതി വൈകിപ്പിച്ച് ജില്ലാ ഭരണകൂടം. പാറമേക്കാവ് ക്ഷേത്രത്തിലെ വേല ജനുവരി 3-നും തിരുവമ്പാടി ക്ഷേത്രത്തിലെ വേല ജനുവരി 5-നുമാണ്. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ 1 മാസം മുൻപാണ് വേല വെടിക്കെട്ടുകൾക്കായി അപേക്ഷ നൽകിയത്. ഇരുതലമൂരിയെ പിടികൂടി വിൽപ്പന നടത്താൻ ശ്രമിച്ച കേസിൽ 2 പേർ പിടിയിൽ. കയ്പമംഗലം സ്വദേശികളായ ചിമ്മിണിയിൽ മുഹമ്മദ് മാലിക്, പുതുക്കാട്ടുപറമ്പിൽ അജീഷ് എന്നിവരെയാണ് മാതമംഗലം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടിയത്. മാളയിൽ വഴിയരികിൽ സ്ഥാപിച്ച ട്രാൻസ്ഫോമറിലെ ഫ്യൂസ് അപകടകരമായ രീതിയിൽ KCB താഴ്ത്തിവെച്ചതായി ആക്ഷേപം. പൂപ്പത്തി മഠത്തിക്കാവ് ഭഗവതി ക്ഷേത്രത്തിന് മുൻപിൽ റോഡിലെ വളവിലാണ് ഫ്യൂസ് സ്ഥാപിച്ചിട്ടുള്ളത്. ദേശീയ ജെൻഡർ ക്യാമ്പയിനിന്റെ ഭാഗമായി എരുമപ്പെട്ടി പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ജെൻഡർ കാർണിവൽ സംഘടിപ്പിച്ചു. കുടുംബശ്രീ ചെയർപേഴ്സൺ നകുല പ്രമോദ് അധ്യക്ഷയായി. ടോക്ക് ഷോയ്ക്ക് അഡ്വക്കേറ്റ് TK അർച്ചന മോഡറേറ്ററായി. സൈബർ ഹാക്കർമാർ PSC സെർവറിൽ നിന്ന് ഉദ്യോഗാർത്ഥികളുടെ യൂസർ ഐഡിയും പാസ്വേഡും ചോർത്തി ഡാർക്ക് വെബിൽ വിൽപ്പനയ്ക്ക് വെച്ച വിവരം വാർത്തയായതിന്റെ പേരിൽ മാധ്യമം ലേഖകൻ അനുരു അശോകന്റെ ഫോൺ പിടിച്ചെടുക്കാനുള്ള നീക്കത്തിൽ പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തി. DIG ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് മുൻ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ അയ്യന്തോൾ കോസ്ഫോർഡ് ഹാളിൽ ജില്ലാതല ദേശീയ ഉപഭോക്തൃ അവകാശ ദിനാചരണം സംഘടിപ്പിച്ചു. P ബാലചന്ദ്രൻ MLA ദിനാചരണ ഉദ്ഘാടനം നിർവഹിച്ചു. പാവർട്ടി ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് കേരള കോൺഗ്രസ് പാവർട്ടി മണ്ഡലം പ്രവർത്തക യോഗം ആവശ്യപ്പെട്ടു. പാർട്ടി ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. എളവള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സപ്തദിന സഹവാസ ക്യാമ്പ് തുടങ്ങി. അന്നകര ഗവൺമെന്റ് LP സ്കൂളിൽ ആരംഭിച്ച സഹവാസ ക്യാമ്പ് ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി ഉദ്ഘാടനം ചെയ്തു. പൂമല പുളിയൻമാക്കൽ ഷോട്ടക്കൻ കരാട്ടെ അക്കാദമി ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി നഗരസഭ പ്രതിപക്ഷ നേതാവ് K അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. മൈ ടീം കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. കൂട്ടായ്മ പ്രസിഡന്റ് സോണി സൈമൺ ഉദ്ഘാടനം ചെയ്തു. 8 ദിവസം നീണ്ടുനിന്ന ജാമിയ ബുസ്താനുൽ ഉലും സമ്മേളനം സമാപിച്ചു. KNM സംസ്ഥാന ട്രഷറർ നൂർ മുഹമ്മദ് നൂർ ഷാ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. താന്യം ഗവൺമെന്റ് ഹൈസ്കൂൾ 1991 ബാച്ചിന്റെ കൂട്ടായ്മ സംഘടിപ്പിച്ചു. താന്യം സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങ് അധ്യാപകരായ സെലീന, ഫിലോമിന എന്നിവർ ചേർന്ന് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. റിട്ടയേർഡ് പ്രിൻസിപ്പൽ PS ജയശ്രീ ഉദ്ഘാടനം ചെയ്തു.
സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.